മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അബ്ദുൾ സമദ് സമദാനി UDF-ന്റെ വലിയ നേതാവ്, മുസ്ലിം ലീഗിന്റെ വലിയ കൊണാണ്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് ആളുകൾ പൊക്കി നടക്കാറുണ്ട്. പ്രത്യേകിച്ച് സമദാനി ഒന്നും കള്ളം പറയില്ല എന്ന് പോലും ഒരുപാട് ആന മണ്ടന്മാർ നിരന്തരം പറയുന്നതും കേൾക്കാം. അത്തരം സകല ആളുകൾക്ക് വേണ്ടിയിട്ടോ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾക്കും വേണ്ടിയിട്ടാണ് ഇയാളൊക്കെ നിരന്തരം പച്ചക്കള്ളം മാത്രമേ പറയാറുള്ളൂ. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇയാൾ എന്താണോ പറയുന്നത് അതാണോ സഭയിൽ നടന്നത്? നിർമ്മല സീതാരാമൻ പറയുന്നത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇയാളുടെ പച്ചക്കള്ളങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പൊളിച്ചങ്ങ് അടക്കാം. മാത്രമല്ല ഇയാൾ ഈ ബജറ്റിലേക്ക് വർഗീയത പോലും എത്രത്തോളം കലർത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ആദ്യത്തെ ഒരു ചെറിയൊരു ഭാഗം ബജറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളം എന്ന ഒരു വാക്ക് ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഇന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണ വേളയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാര് ഒന്നടങ്കം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു. ഇതെല്ലാ തവണയും പറയുന്ന പോലല്ല, ഈ തവണ വളരെ വ്യക്തമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള അവഗണനയാണ് കേരളത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. എയിംസ് ഇല്ല, വിഴിഞ്ഞമില്ല, ആയുർവേദത്തെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിലെങ്കിലും കേരളത്തെ പരിഗണിക്കുമെന്ന് വിചാരിച്ചു. കാരണം കേരളം ഇന്ത്യ രാജ്യത്തെ ആകെ എടുത്താൽ ആയുർവേദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് കേരളം. പ്രത്യേകിച്ച് കോട്ടക്കൽ പോലുള്ള കേരളത്തിലെ അതുപോലെ മറ്റു പ്രദേശങ്ങളും ആയുർവേദത്തിന്റെ മാപ്പിൽ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ലോക മാപ്പിൽ കേരളമുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ അതും കണ്ടില്ല. നിങ്ങൾ കേട്ടില്ലേ എന്താ പറയുന്നത്? എയിംസ്, ഇതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എയിംസിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്? ആയുർവേദത്തെ കുറിച്ച് മിണ്ടുന്നില്ല, കേരളത്തെ കുറിച്ച് മിണ്ടുന്നില്ല. കേരളത്തിന് 11,855 കോടി രൂപ ഈ വർഷം മുതൽ ഓരോ വർഷവും കേരളത്തിന് കൊടുക്കും. എന്ത് കേരളം എന്നല്ലേ അതിന്റെ പേര്? ആ 11,855 കോടി രൂപ വർഷത്തിൽ കൊടുക്കുന്നതിലും അപ്പുറം എന്താണ് ഈ ബജറ്റിൽ ഈ പറയുന്ന കേരളത്തിന് തരേണ്ടത്? ഇനി ആയുർവേദത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നിർമ്മല സീതാരാമൻ സഭയിൽ നിന്ന് ആയുർവേദത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയാളൊക്കെ ഇനി സഭയിൽ പോകണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കണോ? അല്ലെങ്കിൽ ബജറ്റ് പ്രസംഗം കേട്ടിട്ടുണ്ടോ ഇയാള്? നിർമ്മല സീതാരാമൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു. Exporting quality Ayurveda products helps farmers who grow the herbs and youth who process the products. To meet growing global demand, a few more steps are being taken. I propose to 1. Set up 3 new All India Institutes of Ayurveda. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗുണനിലവാരമുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഔഷധ സസ്യങ്ങൾ വളർത്തുന്ന കർഷകരെയും ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്ന യുവാക്കളെയും സഹായിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം നിറവേറ്റുന്നതിനായി കുറച്ച് നടപടികൾ കൂടി സ്വീകരിച്ചു വരികയാണ്. 1. സ്ഥാപിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. 3. പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതായത് വ്യക്തമായിട്ട് ആയുർവേദ മരുന്നുകളുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ കേന്ദ്ര ബജറ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇതല്ലേ ആയുർവേദവുമായിട്ട് പറയുന്നത്? പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗ് ഒന്നും എണ്ണാനില്ല. എന്നാലും ഈ മുസ്ലിം ലീഗിന്റെയോ ഒരു നേതാവും ചരിത്രത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം. നരേന്ദ്രമോദി ആയുർവേദത്തേക്ക് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിരന്തരം നരേന്ദ്രമോദി പറയുന്നത് കാണാൻ സാധിക്കും. ബജറ്റിൽ കൃത്യമായിട്ട് ആയുർവേദത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമദാനി കണ്ടില്ല. സമദാനി കാണാത്തതൊന്നും ഇവിടെ നടന്നില്ല എന്നാണോ? സമദാനി ഇത് കാണുകയും ചെയ്തിട്ടുണ്ട്. സമദാനി ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറയാ. ബജറ്റ് കാണാതെ ഒരു MP മുന്നോട്ട് പോലല്ലോ. അപ്പൊ ഇയാളൊക്കെ നിരന്തരം പച്ചക്കള്ളേ പറയൂ എന്നുള്ളതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഇതിൽ പച്ചവർഗീയത കുത്തിക്കയറ്റത്. അതിനുശേഷം നമുക്ക് ഇയാളുടെ പൊട്ടത്തരവും നമുക്ക് മുന്നോട്ട് വെക്കാം. ഏതായാലും ബജറ്റിലും വർഗീയത കുത്തിക്കയറ്റത് നിങ്ങൾ കേട്ടു. എല്ലാവരുടെയും വികസനം എന്ന് ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ജന സമൂഹങ്ങളുടെയും ഒന്നിച്ചുള്ള, അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കം അവരൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുള്ള പല മേഖലകളിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ഏകപക്ഷീയമായിട്ടുള്ള
ഗവൺമെന്റ് തീരുമാനിച്ച ചില പ്രത്യേക പരിഗണനകൾ വെച്ചുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ ജനാധിപത്യത്തെയോ നമ്മുടെ ബഹുസ്വരതയെയോ പാലിക്കുന്ന ഒരു ബജറ്റല്ല. നിങ്ങൾ കേട്ടില്ലേ, എത്ര ഉളുപ്പില്ലാതെയാണ് ഇയാൾ പച്ചവർഗീയത ബജറ്റിൽ പോലും ഉൾപ്പെടുത്തിയത്. അതെ, നരേന്ദ്രമോദി സർക്കാർ, നിർമ്മലാ സീതാരാമൻ എല്ലാവർക്കും ഒരുപോലെ വികസന, അതിലൊരു മതത്തെയും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. എന്നിട്ട് ന്യൂനപക്ഷത്തിന് എന്തോ കിട്ടിയില്ല. ഇത് യഥാർത്ഥ ജനാധിപത്യമല്ല, ബഹുസ്വര സമൂഹം. ഈ ബഹുസ്വര സമൂഹവും ഈ ജനാധിപത്യമൊക്കെ ഉണ്ടാവുന്നത് ഒരു മതത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും അങ്ങ് തള്ളിച്ച് തരുമ്പോഴാണോ? ഇത് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഇവിടെ മധുവായി, ഇയാളുടെ പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ്, ഈ മതത്തിന് എന്തെങ്കിലും കിട്ടണം. ഇതാണോ യഥാർത്ഥ ജനാധിപത്യം? ഇതാണോ ബഹുസ്വര സമൂഹം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ മതം പോലും നോക്കാതെ ഇവിടെ എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു. ക്യാൻസർ മരുന്നുകൾ മുതൽ എത്ര മരുന്നുകളുടെ വില കുറയുന്നു, എത്ര പദ്ധതികൾ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുക. കേരളത്തിന് 11,855 കോടി തരിക. അങ്ങനെ ഓരോന്നും തരുന്നത്. ഇവിടെ ഒരു മതത്തിനെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും ഒരുപോലെയാ. ഇവിടെ വിദേശ യാത്രകൾക്ക് നികുതി കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ ഐടി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാ എന്ന് പറയുമ്പോൾ ഇന്ന മതത്തിലുള്ള ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. അപ്പൊ ഇതിലും മതം കലർത്തിയിട്ട് ഇന്ന മതത്തിന് തന്നെ എന്തെങ്കിലും തള്ളിച്ചു തന്നാലേ ഇത് ജനാധിപത്യം ബഹുസ്വര സമൂഹമൊക്കെ ആവൂ എന്ന് പറയുന്നത് എത്ര പച്ച വർഗീയതയാ. ഇത് യഥാർത്ഥത്തിൽ എന്തുമാതിരി വലിയ വർഗീയത ഈ പറയുന്നത്. എന്റെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇവിടെ ഒരാൾ പോലും ഒരു ചർച്ചയും ചെയ്യാത്തത്. കേന്ദ്ര സർക്കാർ എല്ലാവർക്കും ഒരുപോലെ വികസനങ്ങൾ നടത്തുമ്പോ അതിൽ ഇന്ന ആൾക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ ജനാധിപത്യമല്ല, ഇവിടെ ഇതേ പാർട്ടിയുടെ വനിതാ നേതാവ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, വിളിച്ചു പറയാം, ഉയർന്ന വലിയ ജനാധിപത്യ ബോധം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇവർക്കൊരു കോപ്പില്ല. മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെ അതാ, ജനാധിപത്യം ഇതൊക്കെ കൊളാക്കണം. ഇവിടെ കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ട് എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷം ഇന്ന മതത്തിനില്ല എന്ന് പറയുന്നത് പച്ച വർഗീയതയല്ലേ? എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമ്പോ അല്ലേ യഥാർത്ഥ ജനാധിപത്യം, യഥാർത്ഥ ബഹുസ്വര സമൂഹമൊക്കെ അത്. ഇത് ഞങ്ങൾക്ക് കിട്ടി ഉളുപ്പിലയാക്കുന്നു. ഇയാളെപ്പോലെ പച്ച വർഗീയത തുപ്പിപ്പോകുന്ന മറ്റൊക്കെ നേതാക്കന്മാരുണ്ട്. ഇജാതി ആളുകളാണ് മുസ്ലിം ലീഗിലുള്ള ഓരോ ആളുകളും ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇയാളുടെ മറ്റൊരു ആന പൊട്ടത്തരം കൂടി മുന്നോട്ട്, നിങ്ങൾ അതൊന്ന് കേട്ടു. നാളികേരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പൊ കേരളം പറയുന്ന വിചാരിച്ചു. കേരളത്തിന്റെ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് നാളികേരത്തിൽ നിന്നാണെന്ന് ഒരു പക്ഷേ ഇവർക്ക് അറിയോന്ന് അറിഞ്ഞൂടാ. കേരളമാണ് ആ നാളികേരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനം. പക്ഷെ അവിടെയും കേരളം പറഞ്ഞില്ല. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെ എന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിലും കേരളം പറഞ്ഞില്ല. ഇയാൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇയാൾ വലിയ അറിവുള്ള ആളാണെന്നൊരു സ്വയം പൊങ്ങി നടക്കുന്ന ഒരാളാ. അതുകൊണ്ടല്ലേ കേരളത്തെ കുറിച്ച് അവർക്കറിയോ എന്നറിയില്ല എന്നൊക്കെ. അല്ല, നിർമ്മലാ സീതാരാമൻ സഭയിൽ നിന്ന് എന്താ പറഞ്ഞത്? വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, നാളികേരം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അത് കേരളല്ലേ? അതിലപ്പുറം എന്താ വേണ്ടത്? കേരളം തന്നെയല്ലേ? നാളികേരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന, കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളല്ലേ? ഇവിടെ കേരള ബജറ്റ് അവതരിപ്പിക്കുമ്പോ കോഴിക്കോട് സ്ഥലത്ത് ഇന്ന സാധനമുണ്ട്, അതുകൊണ്ട് അവിടേക്ക് കിടക്കട്ടെ ആണോ പറയാ? അല്ലെങ്കിൽ റബ്ബറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കുമ്പോ റബ്ബർ കൂടുതലുള്ളത് ഇന്ന ജില്ലയിലാണ്, അതുകൊണ്ട് ഇന്ന ജില്ലയിലെ റബ്ബറിന് കൊടുക്കട്ടെ എന്നാണോ പറയാ? ഈ ജാതി പൊട്ടത്തരോ. നാളികേരത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടിയതല്ലേ? ഇനി രാജ്യത്ത് എവിടെയെങ്കിലും നാളികേരൊക്കെ ആയി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതിന് എന്തിനാ കുരുപൊട്ടുന്നത്? ഇത്തരം ആളുകളൊക്കെ രാജ്യം എന്നൊരു വികാരത്തിലേക്ക് വരണോ? അല്ലാതെ കേരളം ഒരു പ്രത്യേക സ്ഥലമോ പ്രത്യേക പ്രദേശാന്നൊക്കെയുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. അതൊന്നും ഈ രാജ്യത്ത് നടപ്പില്ല. സകല ആളുകൾ ഇയാളൊക്കെയാണ് ഇവിടെ വലിയ ഇയാളൊക്കെ വാ തുറന്ന പൊട്ടത്തരല്ല പറയുന്നത്, ഇയാളൊക്കെ വാ തുറന്ന കള്ളല്ല പറയുന്നത്. നമ്മളിവിടെ വ്യക്തമായ തെളിവുകൾ കൊടുത്തില്ലേ? കേരളത്തിൽ നാളികേരത്തിന്റെ പേര് കൊണ്ട് കൂടുതൽ ഇതൊക്കെ കേരളത്തെ കുറിച്ചല്ല പറയുന്നത്. കേരളം ഒന്ന് പറയണമെന്ന് നിർബന്ധം. അപ്പൊ നാളികേരമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടതൊന്നും ഇത് രാജ്യത്തെ മൊത്തം ബജറ്റ് അല്ലാണ്ട് കേരളത്തിൻ്റെതായിട്ടുള്ള ബജറ്റ് അല്ല അവതരിപ്പിച്ചത്. കേരളത്തിന് വ്യക്തമായിട്ട് 11,855 കോടി രൂപ ഓരോ വർഷത്തിലും ബജറ്റിൽ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലപ്പുറം എന്താണ് ഇനി കേരളത്തിന് കിട്ടേണ്ടത്? 11,000 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയാണോ?
അപ്പൊ ഇവിടെ സമധാനം മുതൽ UDF-ന്റെയും LDF-ന്റെയും നേതാക്കന്മാര് ബജറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം പച്ചക്കള്ളവും വർഗീയതയും ഉളുപ്പില്ലാതെ തോന്നിയതാണ് ഇവിടെ വിളിച്ചു പറയുന്നത് എന്നുള്ളത് സകല ആളുകൾ പൊട്ടത്തരം പോലും വിളിച്ചു പറയുന്നതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാ, ഇവരൊക്കെ പച്ച കള്ളം മാത്രമേ വാ തുറന്നാൽ പറയാറുള്ളൂ എന്ന്.